എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജസിലേ കൂടുതലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പാലപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആവട്ടെ എന്ന് ഓർത്തു. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. എന്നെ ഇത് പഠിപ്പിച്ചത് എൻ്റെ ചേട്ടത്തിയുടെ ഉമ്മച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരച്ചെടുക്കണം. അരയ്ക്കുമ്പോഴുണ്ടല്ലോ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഈ മാവ് ചൂടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നല്ല തണുത്ത വെള്ളം ഒഴിക്കാവുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത്. എന്നിട്ട് ഓരോ പ്രാവശ്യം അരയ്ക്കുമ്പോൾ ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് അരച്ചത്. അപ്പോൾ ഓരോ പ്രാവശ്യം അരയ്ക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ താഴെ ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് അരച്ചേ. രണ്ടാമത്തെ ബാച്ച് അരച്ചപ്പോഴേ അതിലേക്ക് 1 കപ്പോളം ചോറും 3/4 കപ്പോളം തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലപോലെ അരച്ചിട്ട് ഞാനിവിടെ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. അത് ഇഷ്ടമില്ലാത്തവർ തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേച്ച് ഒരു 5 to 6 hours ഇല്ലെങ്കിൽ ഓവർനൈറ്റ് ഫെർമെൻ്റ് ആവാനായിട്ട് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ പതഞ്ഞ് പുളിച്ച് പൊങ്ങി വരും. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ചൂടായി കിടക്കുന്ന പാലപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചും കൂടി ചുട്ടെടുത്താലുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിൽ ഇത്രയും ലുക്കിലുള്ള നല്ല അടിപൊളി അപ്പം കിട്ടുമേ. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നെങ്കിൽ അരച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഐസ് ക്യൂബ്സ് ഉണ്ടാവുമല്ലോ, അതിട്ടിട്ട് അരച്ചാലും മതി. അരയ്ക്കുന്ന സമയത്തെ മാവ് ഇങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ പതഞ്ഞ് പുളിച്ച് പൊങ്ങി വരത്തുമില്ല. ചൂടുന്ന സമയത്ത് ഇത്ര സോഫ്റ്റായിട്ട് കിട്ടത്തുമില്ല കേട്ടോ. ഇതിലാണെങ്കിൽ 3 കപ്പായിരിക്കും ആകെ 1/2 ടീസ്പൂൺ ഈസ്റ്റേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഈ ഒരു രീതിയും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.